ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയാലോ? നമുക്കതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ആദ്യം കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇതിൻ്റെ പ്രാണികൾ പോകുന്നതിന് വേണ്ടി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് കഴുകി കോരി മാറ്റാം. ഒരു 10 മിനിറ്റാണ് കേട്ടോ ഇത് വെച്ചിരിക്കേണ്ടത്. ഇനി മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെള്ളം നടത്തിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ കോരി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് തട്ടി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനാവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഇതുപോലെ ഒന്ന് നമുക്ക് ഒഴിച്ച് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്കൊന്ന് തട്ടി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒന്നത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഒന്നൊന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡും വേകുന്നതിന് വേണ്ടി മറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് വറ്റൽമുളകും ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചേർത്ത് നമുക്കൊന്ന് വറുത്തു കോരാം. ഇതുപോലെ ഒന്ന് വറുത്തു കോരുക. ഇവിടെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഒരു 4 മണി പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ലൊരു ഡിഷുമായി കാണാം. ബൈ.